ഈ കഴിഞ്ഞ ഗവൺമെന്റ് വന്നതോടുകൂടി എന്ന് പറഞ്ഞാൽ CPI സാഷ്ടാംഗപ്പെട്ടു. CPIയിൽ തന്നെ ഒരുപാട് എതിർപ്പ്, ഇസ്മായിൽ പോലുള്ള ആളുകൾ എതിർത്തു. പല സ്ഥലത്തും CPI പിളർന്ന ആളുകൾ CPM-ലേക്ക് പോയി. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് CPI സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിത്വം നഷ്ടപ്പെട്ട പാർട്ടിയായി. എന്തിനാ CPI വേറൊരു പാർട്ടിയായിട്ട് നിൽക്കണേ എന്ന ചോദ്യം സ്വാഭാവികമായും. പാർട്ടി പിളരുന്ന കാലത്ത് അവർക്ക് വലിയ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. CPIക്ക് ദേശീയ ജനാധിപത്യ വിപ്ലവം, CPM-ന് ജനകീയ ജനാധിപത്യ വിപ്ലവം, രണ്ടും രണ്ടാണ് നോക്കണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണവർഗത്തെ അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഭജിക്കുന്നത്. അങ്ങനെയാണ്. ആരാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കം വരും. ചൈനയാണോ റഷ്യയാണോ ശരി എന്ന കാര്യത്തിൽ തർക്കം വരും. ഇപ്പൊ ചൈനയില്ല, റഷ്യയില്ല, ആരുമില്ല. ഇന്ത്യൻ ഭരണവർഗത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമില്ല. എങ്കിൽ പോലും CPIക്ക് ഇവിടെ ഒരു നാണം കെട്ട അവസ്ഥ. അഖിലേന്ത്യാ തലത്തിൽ മിക്കപ്പോഴും CPI കോൺഗ്രസ് ഒന്നിച്ചു മുന്നണിയാണ് പല സ്ഥലങ്ങളിൽ. ആ ഘട്ടത്തിലും ചില സ്ഥലങ്ങളിലൊക്കെ CPM വിട്ടു നിന്നാലും CPI കോൺഗ്രസിന്റെ കൂടെ ഒന്ന് രണ്ട് സീറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ രണ്ട് പാർട്ടികൾ, അതിൽ തന്നെ CPI കൂടുതൽ ഇന്ത്യ മുന്നണിയുടെ പാർട്ടാവുന്നു. CPM പ്രത്യേകിച്ച് കേരളത്തിലെ ഇൻഫ്ലുവൻസ് വെച്ച് ഇന്ത്യ മുന്നണിയിൽ നിന്ന് കൊതറി മാറുന്നു. കാരണം കേരളത്തിൽ കോൺഗ്രസ് ശത്രുവായതുകൊണ്ട് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണി ഒന്നില്ല. ഇനിയിപ്പോ ഉണ്ടാവുമെന്നറിയില്ല. ഇതുവരെ ഇന്ത്യ മുന്നണിയില്ല. പിണറായി വിജയൻ ഇന്ത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇലക്ഷൻ പ്രചരണത്തിന് പോയിട്ടില്ല എന്നല്ല. അതാണ് കാര്യം. ഇവിടുന്ന് കോൺഗ്രസ് നേതാക്കന്മാരും മറ്റ് CPI നേതാക്കന്മാരും ഒക്കെ പോകാറുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിൽ പ്രചരണത്തിന് ഇവിടെ 9 തീയതി കഴിഞ്ഞു. തമിഴ്നാട്ടിൽ CPIക്കാർ മത്സരിക്കും. ഒന്ന് പോയി നോക്കാലോ അവിടെ എന്താണ്. നമ്മുടെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കാലോ. പിണറായി വിജയൻ പോവില്ല. കാരണം അദ്ദേഹത്തിന് ഇന്ത്യ മുന്നണിയില്ല. അവിടെ ചെന്നാൽ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് വോട്ട് പിടിക്കും എന്നൊക്കെയുള്ള പ്രശ്നം. എന്തായാലും CPI CPM തമ്മിൽ ഇനി എന്താണ് വ്യത്യാസം എന്ന ചോദ്യം വളരെ പ്രസക്തം. ഒരു വ്യത്യാസമില്ല. നയപരമായൊരു വ്യത്യാസമില്ല. പിന്നെ രണ്ട് പാർട്ടിയായിരുന്ന രണ്ട് നേതാക്കന്മാരുണ്ടാവും, രണ്ട് ഘടകകക്ഷി ഉണ്ടെങ്കിൽ രണ്ട് നേതാവ് ഉപനേതാവ് ഒക്കെ ഉണ്ടാവും.